നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയതായി ആക്ഷേപം. കർണങ്കോട്ട് ബസാർ സ്വദേശി മുസ്തഫയാണ് ജീവനൊടുക്കിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നണികൾ ഒരുങ്ങി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ UDF-ൽ സീറ്റ് വിഭജനം തുടങ്ങി. ആകെയുള്ള 46 വാർഡിൽ 2 സീറ്റ് മുസ്ലിം ലീഗിനാണ്. മാള വലിയ പറമ്പിൽ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ മോഷണം. നവരത്ന ജ്വല്ലറി വർക്കേഴ്സിലാണ് മോഷണം നടന്നത്. 1.5 പവന്റെ ആഭരണം നഷ്ടപ്പെട്ടു. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ വീതി പരത്തി കൊമ്പൻ കപാലി. മലക്കപ്പാറ റൂട്ടിൽ തുടർച്ചയായി ഗതാഗതം തടസ്സപ്പെടുന്നു. കോടശ്ശേരി ചെമ്പങ്കുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. വടക്കേക്കര വീട്ടിൽ ലിൻഡോ ജോർജാണ് തൂങ്ങി മരിച്ചത്. സംഭവത്തിൽ പോലീസിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ്. ഗ്രാമിന് 11,540 രൂപയും പവന് 92,320 രൂപയുമാണ് ഇന്നത്തെ വില. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടിയാണ് അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നു. പത്തനംതിട്ട പ്രമാടം ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഹെലികോപ്റ്ററാണ് കോൺക്രീറ്റ് ചെയ്ത ഹെലിപാഡിൽ താഴ്ന്നത്. കവികളുടെ കൂട്ടായ്മയായ കാവ്യശിഖയുടെ നേതൃത്വത്തിൽ നാറാണത്ത് ഭ്രാന്തൻ കവിതയുടെ 40 ആണ്ട് പ്രൊഫസർ വി മധുസൂദനൻ നായരുമൊത്ത് ഒരു പകൽ നീളുന്ന കാവ്യസംവാദം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന കാവ്യസംവാദം പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. K. രാധാകൃഷ്ണൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ചേലക്കര മണ്ഡലത്തിൽ ആശുപത്രി കെട്ടിടങ്ങൾക്ക് 141 ലക്ഷം രൂപ അനുവദിച്ച് വെട്ടിക്കാട്ടിരി ഫാമിലി വെൽനസ് സെന്റർ, ചേലക്കോട് സബ് സെന്റർ എന്നിവയുടെ കെട്ടിടങ്ങൾ പുതുക്കി പണിയുന്നതിന് ഓരോന്നിനും 55.5 ലക്ഷം രൂപ വീതം അനുവദിച്ചതായി UR പ്രദീപ് MLA അറിയിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിൽ പാറമേൽപ്പടി പാറക്കടവിൽ സുരക്ഷിതമായി ഗായത്രിപ്പുഴയിൽ ഇറങ്ങുന്നതിന് കുളിക്കട ഒരുക്കണമെന്ന ആവശ്യം. കഴിഞ്ഞ ദിവസം വാവുബലി തർപ്പണത്തിനെത്തിയ വയോധിക അപകടത്തിൽപ്പെട്ടിരുന്നു. വെങ്കിടൻ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബൈക്ക് റാലി നടത്തി. മണലൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ റാലി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ളയ്ക്ക് ദേവസ്വം ബോർഡുകൾ നേതൃത്വം നൽകുകയാണെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ ചുങ്കാലിൽ നിന്ന് അവിട്ടപ്പള്ളിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ജയൻ, ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോപ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാളും പെരുങ്ങണ്ടൂർ പീസ് ഹോമിന്റെ കുടുംബദിന വാർഷികവും ആഘോഷിച്ചു. മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഈ മലയാളി മാസിക ഏർപ്പെടുത്തിയ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ സമ്മാനിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഷോട്ടോക്കായ് കരാട്ടെ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർ ഡോജോ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പാർലിക്കാട് നടന്ന ടൂർണമെന്റ് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം ഉദ്ഘാടനം ചെയ്തു. കായിക താരങ്ങൾക്ക് കളിക്കളങ്ങൾ നൽകാത്ത ചാവക്കാട് നഗരസഭയുടെ അനാസ്ഥ ആരോപിച്ച് SDPI ചാവക്കാട് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. SDPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ഡോക്ടർ മുസമിൽ ഉദ്ഘാടനം ചെയ്തു. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ സമർപ്പണം നടന്നു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് തുടരുന്നു. ഗെയിംസ് ഇനങ്ങളിൽ ആദ്യ ജയം തൃശൂർ ജില്ലയ്ക്ക്. പാവറട്ടി സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദദാന ചടങ്ങ് ഫാദർ ഡോക്ടർ ജോസ് നന്നിക്കര ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷനായി. ഏങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സുകൾക്ക് തുടക്കമായി. ഏങ്കക്കാട് കുന്നത്തുപറമ്പ് പരിസരത്ത് നഗരസഭാ കൌൺസിലർ ഷീല മുരളി ഉദ്ഘാടനം ചെയ്തു. ശ്രീ വീരാണിമംഗലം ക്ഷേത്രം തുലാമാസ തിരുവോണപൂജയും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി അജിത്, യജ്ഞാചാര്യൻ ജയപ്രകാശ് തുടങ്ങിയവർ സന്നിധരായി.
ബ്ലാങ്ങാട് ജനകീയ സംഗീത സഭ ആഭിമുഖ്യത്തിൽ ഗായകനും സംഗീത സംവിധായകനുമായ കൊച്ചിൻ ബഷീർ അനുസ്മരണം നടത്തി. പ്രസിഡന്റ് സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 2 ക്ലാസ് മുറികളുടെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ എസ് നായർ അധ്യക്ഷയായി. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന് മുക്കാട്ടുകരയിൽ വിവിധ വിദ്യാലയങ്ങളിൽ തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 4600 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ദേശമംഗലം പഞ്ചായത്തിലെ ചെറുകാട് വറവട്ടൂർ റോഡ് പുനരുദ്ധാരണം ചെയ്യുന്നതിന് തീരദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ചതായി UR പ്രദീപ് MLA അറിയിച്ചു. പദ്ധതി നടപ്പിലാക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഭരണാനുമതി നൽകി ഉത്തരവായി. LDF കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സദസ്സ് നടത്തി. പാറമേൽപ്പടി സെന്ററിൽ സംഘടിപ്പിച്ച വികസന സദസ്സിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച നീളംപള്ളിയിൽ താണിക്കൂട്ട് കുഞ്ഞിന്റെ കൃഷിസ്ഥലം വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് സന്ദർശിച്ചു. മലയോര മേഖലയിലെ കാട്ടാനശല്യം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഷാജഹാൻ എളനാട്. തൃപ്രയാറിൽ നടന്ന കരാത്തെ ദോ ഗോജുക്കാൻ അസോസിയേഷൻ ഈസ്റ്റ് സോൺ മികച്ച കരാത്തെ വിദ്യാർത്ഥികളെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷനായി. കാര്യാട്ടുകര മാരാർ കോൾപ്പടവിൽ സ്ഥിരമായി ബണ്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KLDC ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ധർണ ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ഏരിയ സമ്മേളനം ശനിയാഴ്ച മരത്താക്കരയിൽ നടക്കും. MLA KK രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സീനിയർ അണ്ടർ ജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ തൃശൂർ ജില്ലാ ടീമിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. എറണാകുളത്ത് നടന്ന പുരുഷ വിഭാഗം സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഇടുക്കിയെ പരാജയപ്പെടുത്തിയാണ് തൃശൂർ ജേതാക്കളായത്. കൊടകര പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ വാർഷികം ആഘോഷിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ പോക്സോ നിയമം, സ്ത്രീധന നിരോധന നിയമം എന്നീ വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. കൊടകര ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സെമിനാർ കൌൺസിലർ KK സ്റ്റെല്ല ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം കുറ്റിലക്കടവ് SNDP ശാഖയുടെയും പെരിഞ്ഞനം ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഗുരുമന്ദിരത്തിന് ശിലയിട്ടു. കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ PK രവീന്ദ്രൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. മതിലകം കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെയും നവീകരിച്ച VS അച്യുതാനന്ദൻ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കല്ലൂർ ആലയങ്ങാടിൽ വീട്ടുകിണർ ഇടിഞ്ഞു. ആലയങ്ങാട് കൈപ്പിലി വേലായുധന്റെ കിണറാണ് ഇടിഞ്ഞത്. കുന്നംകുളം പുതുശ്ശേരി പഞ്ചായത്ത് കുളത്തിൽ വീണ യുവാവ് മുങ്ങി മരിച്ചു. ചൂണ്ടൽ സ്വദേശി കുമ്പളപ്പറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള കുട്ടനാണ് മരിച്ചത്. കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാം നാളെ രാവിലെ 9 മുതൽ തുറക്കും. മണലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതികൾക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ദിവസമായി നടത്തിവരുന്നിരുന്ന പദയാത്ര സമാപിച്ചു. ചാത്താംകുളത്ത് നടന്ന സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ INTUC തൊഴിലാളി സ്ഥാപക നേതാവ് M മുരളീധരന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ യോഗം മുതിർന്ന കോൺഗ്രസ് അംഗം KA ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് പുനയൂർ പഞ്ചായത്ത് എടക്കഴിയൂരിൽ പുതിയതായി പണിതീർത്ത ആയുർവേദ ആശുപത്രി നാടിന് സമർപ്പിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. ചെറുതുരുത്തിയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വെട്ടിക്കാട്ടിരി ജെയ്സനാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്.
പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരിയുടെ സ്മൃതി ദിനം പെരിഞ്ചേരി ALP സ്കൂളിൽ ആചരിച്ചു. അവനിശ്ശേരി പഞ്ചായത്ത് മെമ്പർ സായ രാമചന്ദ്രൻ സ്മൃതി ദിനം ഉദ്ഘാടനം ചെയ്തു. ബോൺമാരോ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന കുരുന്നുകളുടെ ചികിത്സാ ഫണ്ട് സമാഹരണത്തിന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 90ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ KBTA രക്ഷാധികാരി M. ബാലാജി ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.